അത് കോൺഗ്രസിന്റേതാകുന്നില്ല. ശ്രീ പണിക്കർ, കോൺഗ്രസിന്റേതാകുന്നില്ല തരൂർ. അതാണ് അദ്ദേഹത്തിനുള്ള അയോഗ്യത. അല്ല, നോക്കൂ, അദ്ദേഹം ഇതുവരെ പറഞ്ഞു വന്നത് മുഴുവനും ശശി തരൂരിന്റെ ഗുണഗണങ്ങളെക്കുറിച്ചും തരൂരിന് കോൺഗ്രസ് നൽകിയിരിക്കുന്ന 1000 അവസരങ്ങളെക്കുറിച്ചുമാണ്. എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹത്തിന് ശശി തരൂരിനെ കുറിച്ചിട്ടുള്ള ശരിയായ ഇംപ്രഷൻ അദ്ദേഹം പറയുകയും ചെയ്തു. എങ്ങനെയാണ് അദ്ദേഹം പെരുമാറേണ്ടത്, എവിടെയാണ് അദ്ദേഹം അങ്ങനെ പെരുമാറാതിരുന്നത്, ഏത് തരത്തിലുള്ള ചാഞ്ചാട്ടമാണ് അദ്ദേഹം വിഷയങ്ങളിൽ എടുത്തത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ചാഞ്ചാട്ടം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നില്ല, മറിച്ച് കോൺഗ്രസ് എടുത്തിരിക്കുന്ന പല കാര്യങ്ങളോടും തനിക്ക് വിയോജിപ്പുണ്ട് എന്ന് അങ്ങനെ പ്രത്യക്ഷമായി പറയാതെ എന്നാൽ അദ്ദേഹം എടുത്തിരിക്കുന്ന ഡീവിയേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇപ്പോ ഹമാസിന്റെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് അന്ന് വെട്ടിലാക്കിയത് ആ യോഗം ഓർഗനൈസ് ചെയ്തിരുന്ന മുസ്ലിം ലീഗിനെ മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ അത് വെട്ടിലാക്കിയത് കോൺഗ്രസിന്റെ പൊസിഷനെയാണ്. പക്ഷെ അത് അദ്ദേഹം അഭിപ്രായം മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടില്ല. അപ്പൊ അദ്ദേഹം അല്ല ചാഞ്ചാടുന്നത്, മറിച്ച് ചാഞ്ചാടുന്നത് കോൺഗ്രസ് ആണ്. അത് നമ്മൾ ഊഞ്ഞാലിൽ ഇരുന്ന് ആടുന്ന സമയത്ത് നമുക്ക് തോന്നും ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യുന്നതെന്ന്. പക്ഷെ ആക്ച്വലി ഓസിലേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പൊ ആ തിരിച്ചറിവ് അവർക്കില്ല. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ അവസരം BJP മുതലാക്കി. അതൊരു വസ്തുതയാണ്. രാഷ്ട്രീയം അറിയാവുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് BJP വളരെ കൃത്യമായിട്ട് ഈ ഒരു അവസരം മുതലാക്കിയെന്ന്. അപ്പൊ അത് ഞാൻ പറയുന്ന സമയത്ത് ഞാൻ BJPയെ ന്യായീകരിക്കുകയാണ് എന്ന് ശ്രീ ഷാക്കിർ പറഞ്ഞാൽ തരൂരിനെ തഴഞ്ഞ സഖ്യകക്ഷിയായ കോൺഗ്രസിനെ ഷാക്കിർ വെള്ളപൂശാനായിട്ട് പെയിന്റ് ബക്കറ്റുമായിട്ട് വന്നിരിക്കുകയാണെന്ന് എനിക്കും പറയേണ്ടി വരും. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം രാജ്യത്തിന്റെ ഭാഗം വിശദീകരിക്കാൻ കോൺഗ്രസ് അവരുടെ പക്കലുണ്ടായിരുന്ന ഏറ്റവും മികച്ച ആയുധത്തിനെ BJP ഗവൺമെന്റിന് നൽകിയില്ല എന്നുള്ളതാണ്. ശശി തരൂർ പ്രത്യേകത അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ഗ്ലോബലി നല്ലൊരു ഇമേജ് ഉണ്ട്. കാരണം അദ്ദേഹം നേരത്തെ വഹിച്ചിരുന്ന പല ഔദ്യോഗിക പൊസിഷൻ കാരണം അതുണ്ട്. 2 ചെറിയ പീരീഡിലെങ്കിലും അദ്ദേഹം ഒരു വിദേശകാര്യ മന്ത്രിയായിരുന്നു. വളരെ സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് അദ്ദേഹം. വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഈ സമയത്ത് ഒരു പക്ഷേ BJPക്കാർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് കേന്ദ്ര സർക്കാരിന്റെ സൈന്യത്തിന്റെ ഒക്കെ പൊസിഷൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ നേതാവ് എന്ന് പറയുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തിനെ മാധ്യമങ്ങൾക്ക് ലോകത്തിൽ മൊത്തം അറിയാം. അതുകൊണ്ട് തന്നെ വിദേശ മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായം ശേഖരിക്കുന്നെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ തവണ തെരഞ്ഞെടുത്തിരിക്കുന്നത് ശശി തരൂരിനെയാണ്. അവിടെയെല്ലാം അദ്ദേഹം നടത്തിയിരിക്കുന്ന അഭിമുഖങ്ങൾ, അദ്ദേഹം നൽകിയിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അതൊന്നും കോൺഗ്രസിനെയോ BJPയോ മെച്ചമാക്കി കാണിക്കുകയല്ല, മറിച്ച് രാജ്യത്തിന്റെ താല്പര്യം വിൻഡിക്കേറ്റഡ് ആണ് എന്ന് തെളിയിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് വെള്ളപൂശലല്ല. അങ്ങനെ പറയുന്ന കാര്യം വെള്ളപൂശലല്ല, മറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഭാരതീയൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച കർത്തവ്യം കോൺഗ്രസിന്റെ കാര്യത്തിൽ അഭിമാനകരമായിട്ട് പറയാമായിരുന്നു. BJP വാജ്പേയിയുടെ കാര്യം പറയുന്നത് പോലെ അല്ലേ, ഇവിടെ ഞങ്ങൾക്ക് നേതാക്കന്മാരില്ല, പക്ഷെ ഞങ്ങളുടെ ഒരു നേതാവുണ്ട് ശശി തരൂർ. അദ്ദേഹം രാജ്യത്തിന്റെ നിലപാട് എന്താണ് എന്നുള്ള കാര്യം ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. അങ്ങനെ ഒരു ശക്തനായ നേതാവിനെ ഇതാ ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കാമായിരുന്നു കോൺഗ്രസിന്. പക്ഷെ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. എക്സാക്ട്ലി. അതായത് നമ്മളിങ്ങനെ ഈ പറയുന്ന സമയത്ത് നരസിംഹറാവു വാജ്പേയിയെ ക്ഷണിച്ചു എന്നൊക്കെ പറഞ്ഞ് അത് നരസിംഹറാവുവിന്റെയോ കോൺഗ്രസിന്റെയോ ഒരു ബെനവലൻസ് ആയിട്ട് കാണുന്നതിന് പകരം നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ഒരു പക്ഷേ ഈ കാര്യം ഏറ്റവും കൃത്യമായി ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് AB വാജ്പേയിക്കാണ് എന്ന തിരിച്ചറിവ് അന്ന് നരസിംഹറാവുവിനുണ്ടാകുന്നു, കോൺഗ്രസിനുണ്ടാകുന്നു. അങ്ങനെ അദ്ദേഹത്തെ ക്ഷണിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അവിടെ യാതൊരു വിധത്തിലുള്ള വൈമനസ്യവും കൂടാതെ അദ്ദേഹത്തിനെ വിട്ടുകൊടുക്കാനായിട്ട് BJPയും തയ്യാറാകുന്നു. എന്ന് വെച്ചാൽ അവിടെ നാഷണൽ ഇൻട്രസ്റ്റ് കോംപ്രമൈസ് ചെയ്യാനായിട്ട് നരസിംഹറാവുവിന്റെ കീഴിലുണ്ടായിരുന്ന കോൺഗ്രസും അതേപോലെ BJPയും തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെ തിരിച്ച് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരവസരം, അത് വീണ്ടും അതേപോലെ തന്നെ കാണിക്കുന്നതിനുള്ള ഏറ്റവും നല്ല അവസരമായിരുന്നു ഇത്. പക്ഷേ അതുകൊണ്ടാണ് ആരൊക്കെയാണ് വേണ്ടത് എന്ന് ആദ്യമേ BJP അങ്ങോട്ട് ചോദിക്കുന്ന സമയത്ത് കോൺഗ്രസിന് ഒന്നാമത്തെ പേരുകാരനായിട്ട് ശശി തരൂരിനെ വെക്കാമായിരുന്നു. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിനോട് ചോദിക്കുക പോലും ചെയ്യാതെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പേര് BJP നിർദ്ദേശിച്ചില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചില്ല എന്നാണ്. അത് നരസിംഹറാവു വാജ്പേയിയെ നിർദ്ദേശിച്ച പോലെ. അതാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയുടെ പേര് എങ്ങനെയാണ് നിർദ്ദേശിക്കുക? അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ആരോപണം എന്താണെന്ന് നോക്കൂ. ANIക്ക് നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ നൽകിയിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ മിഷൻ, ഏത് ഓപ്പറേഷൻ സിന്ദൂർ, അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ മിഷൻ നമ്മൾ പാകിസ്ഥാന് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം നൽകിയിരുന്നു. നമ്മളിത് തീവ്രവാദ കേന്ദ്രങ്ങളെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ, സിവിലിയൻ കേന്ദ്രങ്ങളെയോ സൈന്യത്തിനെയോ ആക്രമിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് വരേണ്ടുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. ആ അഡ്വൈസ് പാകിസ്ഥാൻ എടുത്തില്ല എന്ന് അദ്ദേഹം ANIക്ക് നൽകിയിരിക്കുന്ന രഹസ്യമായിട്ടുള്ള ക്യാമറയൊന്നുമല്ല ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്.
അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ മിഷൻ ഇങ്ങനെ പറഞ്ഞു. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ സൈന്യം പറഞ്ഞതാണ്, വിദേശകാര്യമന്ത്രി പറഞ്ഞതാണ്, എല്ലാവരും പറഞ്ഞതാണ്, ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിലും പറഞ്ഞതാണ്. എന്നിട്ടും ജയറാം രമേശും അല്പം മുമ്പ് രാഹുൽ ഗാന്ധിയും ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എടുത്തതിന് ശേഷം ഇതാ ഇവിടെ നമ്മുടെ വിദേശകാര്യമന്ത്രി നമ്മൾ ആക്രമിക്കാൻ പോകുന്നേ എന്ന വിവരം രഹസ്യമായി ലീക്ക് ചെയ്ത് പാകിസ്ഥാന് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ട്വിറ്ററിൽ തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ മിഷൻ അല്ലാതെ ബിഫോർ ദ മിഷൻ സ്റ്റാർട്ടഡ് എന്നല്ല. അപ്പൊ ഇവർക്ക് ഭാഷയും അറിയില്ല, കൂടെയുള്ള എം പിമാരാരാണെന്നും അറിയില്ല. എന്നിട്ട് രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രി ഇപ്പൊ രാജിവെക്കണമെന്നാണ് പറയുന്നത്. ഇന്ന് വൈകുന്നേരം മുതൽ തുടങ്ങിയിരിക്കുന്ന ക്യാമ്പയിനാണ്. ഇപ്പോ അദ്ദേഹം രാജിവെക്കണമെന്ന് പറഞ്ഞു. ഇതുവരെ ജയറാം രമേശാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയും ഇദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുകയാണ്. കാരണം നമ്മുടെ രഹസ്യ വിവരങ്ങൾ ലീക്ക് ചെയ്തിരുന്നു. എവിടെ? ANIക്ക് നൽകുന്ന, പബ്ലിക്കായിട്ട് നൽകുന്ന ഒരു ഇന്റർവ്യൂവിൽ അറ്റ് ദ സ്റ്റാർട്ട് ഓഫ് ദ മിഷൻ എന്ന് പറയുന്നതിനെ ബിഫോർ ദ മിഷൻ സ്റ്റാർട്ടഡ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് ആ രാഹുൽ ഗാന്ധിയുടെ പേര് എങ്ങനെയാണ് ഉൾപ്പെടുത്തുക? ആ ജയറാം രമേശിന്റെ പേര് എങ്ങനെയാണ് ഉൾപ്പെടുത്തുക? ഞാൻ പറഞ്ഞത് ഇവിടെ ഞങ്ങളുടെ ഒരാളിനെ ഞങ്ങൾ നൽകുന്നു, ഇവിടെ ഞങ്ങൾക്ക് ദേശീയത മാത്രമാണ് പ്രധാനം, കക്ഷി രാഷ്ട്രീയം രണ്ടാമതാണ് എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കാമായിരുന്നു. അതുകൊണ്ടാണ് ആ അവസരം ഒരുപക്ഷെ BJP ആദ്യം നൽകിയതും കോൺഗ്രസിനാണ്. പക്ഷേ അന്നേരം നോമിനേറ്റ് ചെയ്യാതെ അവസാനം വേണ്ടയാളിനെ ഈ ബസ്സിൽ വിളിച്ചു കയറ്റിക്കൊണ്ട് ഇവർ പോയി കഴിയുമ്പോൾ ബസ് പോയി കഴിഞ്ഞതിന് ശേഷം നിർത്തണമെന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാർ കൈ കാണിച്ചതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണവും. എന്നിട്ട് രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടുത്തിയില്ല എന്ന് അല്ലല്ല രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിലവിളിക്കുകയാണ്.